ആരോടെങ്കിലും അഭിമാനത്തിന്റെ വിഷയത്തിലോ സമ്പത്തിന്റെ വിഷയത്തിലോ എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അവനോട് ആ വിഷയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കണേ, പൊരുത്തപ്പെടിക്കണേ. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞോ. സമ്പത്താണ്, നിങ്ങൾ എന്തെങ്കിലും അവനിൽ നിന്ന് വാങ്ങിച്ചതാണ്, കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ അവനോട് പറഞ്ഞിട്ട് പോയി പൊരുത്തപ്പെടിക്കുക. ചില ആളുകളുടെ കടം വാങ്ങിച്ചുകൊണ്ട് പോകാൻ വലിയ മനസ്സാണ്, അള്ളാഹ് തിരിച്ചു ചോദിക്കുമ്പോ ഭയങ്കര ദേഷ്യ. 10,000 രൂപ 20,000 രൂപ കടം വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര റാഹത്തായിരുന്നു. പിന്നെ ഫോൺ വിളിച്ചെടുക്കൂല, കടൻ തിരിച്ച് ചോദിക്കുന്നത് വലിയ വിഷയം. ആ കടക്കാരൻ വന്ന് വീടിന്റെ വാതിൽക്ക് വന്നിരിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു പറഞ്ഞു. ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇത് കടം വാങ്ങി 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 ശീലിക്കുന്ന കുറെ മോമിനിയങ്ങളുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കൊടുക്കാൻ ഒരിക്കലും കഴിയില്ലാതെ ഇവനറിയാം, എന്നാലും വാങ്ങുന്നതിന് യാതൊരു കുറവില്ല. അവിടുന്ന് ഇവിടുന്ന് കാണുന്ന എല്ലാ സമ്പന്നരെടുത്തും പോയിട്ട് നേരം വെളുക്കുമ്പോൾ പോയിരിക്കും. അയവാൻ വന്ന് കയറിയിട്ട് പോകാതിരിക്കുന്ന ശല്യം കാരണം പുറത്തു പോവാൻ 10,000 കൊടുക്കും, 20,000 കൊടുക്കും, പിന്നെ തിരിച്ചു കിട്ടലുണ്ടാവില്ല. ഇതൊക്കെ തിരിച്ചു നീ കൊടുത്തോ അല്ലെങ്കിൽ പോയി പൊരുത്തപ്പെടിച്ചോ. ഒരു ദീനാറും ഒരു ദിർഹമും ഒരു നാണയത്തുട്ടുകൾ പോലും നിനക്ക് തുണയാകാത്ത ഘട്ടം വരുന്നുണ്ട് നാളെ മഹ്ശറ. അതിന് മുമ്പ് നീ പൊരുത്തപ്പെടിച്ചോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇവിടെ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതും. ഇവന്റെ അവിടെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരുന്നാൽ മതി. ഇവന്റെ ഫോൺ നമ്പർ നോക്കിയിട്ട് കറക്റ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കാം, വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്ത് വെക്കാം. അതാവുമ്പോ പിന്നെ കുഴപ്പമില്ല. ചീത്തവിളി കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് നോക്കുമ്പോൾ അതും ബ്ലോക്കാണ്. അപ്പൊ വേറെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് നോക്കി, അപ്പൊ അതും ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ നീ ഇവിടെ ദുനിയാവിൽ സിഗ്നലും അതും നീ ബ്ലോക്ക് ചെയ്ത് വെച്ചാലും നാളെ ആഖിറത്തിൽ നീ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തും. അവിടെ നീ ഖേദിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നീ മനസ്സിലാക്കി. എല്ലാവരും നല്ല രീതിയിൽ സംഭാവന പള്ളിക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മനസാന്നിധ്യത്തോടെ നൽകാൻ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ സദഖ നൽകുന്ന സഹോദരങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലോപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖകൾ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ ഒരു സാമ്പത്തികമാകുന്ന പ്രയാസം നിനക്കുണ്ടാകുമ്പോ നിന്നെ സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് സമ്പത്ത് തിരിച്ചു കൊടുക്കാതിരിക്കരുത്. അവരെ കണ്ടുകൊണ്ട് നീ പൊരുത്തപ്പെടിക്കുകയെങ്കിലും ചെയ്യണേ. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഒരു ദീനാർ പോലും നിന്റെ കയ്യിലെടുക്കാനില്ലാതെ വരുന്ന സമയത്ത് നീ ഖേദിക്കേണ്ടി വരുമേ, ഖേദിക്കേണ്ടി വരുമേ. ഫൈൻ കാന ലഹു അമലുൻ സാലിഹുൻ, നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്തതാകുന്ന സകല നന്മകളും നിന്നിൽ നിന്ന് അല്ലാഹു പിടിക്കുമത്രേ. എന്നിട്ട് ആക്രമിക്കപ്പെട്ടതാകുന്ന പാവപ്പെട്ടവന് നിന്നെ സമ്പത്ത് അല്ലാഹു കൊടുക്കുകയാണ്. നീ ആരെയാണോ ആക്രമിച്ചത്, ആരുടെ സമ്പത്താണോ വാങ്ങിച്ചു കൊണ്ടുപോയത്, ആരുടെ വിഷയത്തിലാണോ ദുനിയാവിൽ നീ ക്രൂശിച്ചത്, അവൻ അല്ലാഹു നിന്റെ അമലുകൾ മുഴുവനും എടുത്തു കൊടുക്കുകയാണ്. വൈലം തകുൽ ലഹു ഹസനാതുൻ, നിനക്കൊരു നന്മയും നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആക്രമിക്കപ്പെട്ടവന്റേതാകുന്ന സർവ്വ തെറ്റുകളും അല്ലാഹു എടുക്കുകയാണ്. ആക്രമിച്ചവന്റെ മേൽ അല്ലാഹു ചുമത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പാഠമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മുസ്ലിമും പഠിച്ചു വെക്കണേ. സമ്പത്തിന്റെ വിഷയത്തിൽ ഗൗരവമായി പഠിച്ചു വെക്കേണ്ട വിഷയമാണ്. അക്കടപാടുകളെ ശ്രദ്ധിക്കണേ. ഈ വാതിന്റെ ആകത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നത്, എന്തെങ്കിലും സാമ്പത്തികമാകുന്ന ക്രമക്കേടുകൾ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ അല്ലാഹ്. ഞാൻ ഇന്നാലിന്ന കമ്മിറ്റിയിൽ നിലകൊള്ളുന്ന വേളയിൽ, ഞാൻ ഇന്നാലിന്ന ഇമാമത്ത് നിർവഹിക്കുന്ന വേളയിൽ, ഞാൻ ഇന്നാലിന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന വേളയിൽ എന്റെ കീഴുദ്യോഗസ്ഥരോട്, എന്റെ നാട്ടുകാരോട്, എന്റെ കൂട്ടുകാരോട്, എന്റെ അയൽവാസികളോട്, എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട്, എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവരോട്, ഈ നാട്ടിലുള്ള ജീവജാലങ്ങളോട് എല്ലാം ഞാൻ എന്റെ ഹക്കടപാടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഒരു വേള നീ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുമേ, ഖേദിക്കേണ്ടി വരുമേ. നീ ആക്രമിച്ചതാകുന്ന ഏതൊരു സഹോദരനുണ്ടോ അവന്റേതാകുന്ന സർവ്വ തിന്മകളും അല്ലാഹു നിന്റെ മേൽ ചുമത്തുന്ന ഘട്ടമാണ് മഹ്ശറയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ നമസ്കാര ചിട്ട വെക്കാത്തവനാണ് നീ, നോമ്പുകൾ കൃത്യത വെക്കാത്തവനാണ് നീ,
സകാത്തുകൾ കൊടുക്കാത്തവനാണ് നീ, ഹജ്ജ് പോലും ചെയ്യാൻ പറ്റാത്തവനാണ് നീ, പാവപ്പെട്ടവനാണ് നീ. നാളെ ആഖിറത്തിൽ ഇരു കൈയും നീട്ടിക്കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഘട്ടം ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. അതുകൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഹക്കിടപാടുകൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ദമസ്കസ് പട്ടണത്തിൽ നിന്ന് തരിഖ് ഉസ്മാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 70 ദിവസത്തെ യാത്രയാണ്. 3000 കിലോമീറ്ററുകൾ അപ്പുറമുള്ളതാകുന്ന തരിഖ് മാനസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുകയാണ്. 70 ദിവസം യാത്ര ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരു കിതാബിന്റെ ഇബാറത്ത് എഴുതാൻ ബഹുമാനപ്പെട്ടവർ ഒരു പേന ഒരു സഹോദരനിൽ നിന്ന് വാങ്ങുകയാണ്. ആ പേന ബഹുമാനപ്പെട്ടവർ എഴുതിയതിനു ശേഷം തിരിച്ചു കൊടുക്കാൻ മറന്നുപോയാണ്. സുബ്ഹാനല്ലാഹ്. ദമസ്കസ് എന്ന് പറയുന്ന തന്റെ പട്ടണത്തിലേക്ക് 70 ദിവസം യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ടവർ തിരിച്ചെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് പോക്കറ്റിൽ കിടക്കുന്ന പേനയെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ശ്രദ്ധ പോരുന്നത്. ബഹുമാനപ്പെട്ടവർ ഇരിക്കാൻ തയ്യാറാകുന്നില്ല, കിടക്കാൻ തയ്യാറാകുന്നില്ല. തിരിച്ചു പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. 3000 കിലോമീറ്റർ അപ്പുറമുള്ളതാകുന്ന നാട്ടിലേക്ക് തരിഖുമാനിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്റെ കൂട്ടുകാരനെ കാണാൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പോയാണ്. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, സഹോദരാ. ആ നാട്ടിലേക്ക് തിരിച്ചു തന്നുകൊണ്ട് കൂട്ടുകാരനോട് പറയുകയാണ്, ഇതാ നിന്നിൽ നിന്ന് വാങ്ങിച്ച പേനയാണ്, പേനയാണ്. തിരിച്ചു കൊടുക്കുമ്പോ ആ കൂട്ടുകാരൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. എത്ര വലിയ ആലിമാണ്, എത്ര വലിയ പണ്ഡിതനാണ്. ഈ പേനയൊന്ന് തിരിച്ചു തരാൻ വേണ്ടിയാണോ അവിടുന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തത്? 3000 കിലോമീറ്റർ യാത്ര ചെയ്തത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഈ പേരയുടെ വിഷയത്തിൽ എന്നെ ഹിസാബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് പഠിച്ചു വെക്കണേ മുസ്ലിമേ. പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോ വില കൂടിയതാകുന്ന വാച്ചിത ഉടുക്കുന്ന സ്ഥലത്തിരിക്കുന്നത് കാണുമ്പോ അത് റാഡോ വാച്ചാണെന്ന് കരുതിക്കൊണ്ട്, അത് റോളക്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് മറ്റുള്ളവന്റെ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോക്കറ്റിലിട്ടുകൊണ്ട് പോകുന്ന മുസ്ലിമേ, ഇറങ്ങിപ്പോൾ നല്ല മനോഹരമായ ചെരുപ്പ് കിടക്കുമ്പോ ആ ചെരുപ്പ് കാലിലിട്ടുകൊണ്ട്, അത് ബാറ്റയുടെ ആകട്ടെ ടാറ്റയുടെ ആകട്ടെ, അടിച്ചുകൊണ്ട് പോകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. അത് തിരിച്ചു കൊടുക്കാൻ നീ തയ്യാറാകണേ. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നീ ചിന്തിക്കേണ്ട പാഠമാണ്. പള്ളിയിൽ വന്നുകൊണ്ട് പള്ളിയിലെ ഇമാമിന്റെ മൊബൈൽ വരെ അടിച്ചുകൊണ്ട് പോകുന്ന ആളുകളില്ലയോ? സുജൂദിലെ ജനങ്ങൾ മുഴുവനും കടക്കുമ്പോ അവന്റെ പോക്കറ്റിൽ നിന്ന് വീഴുന്നതാകുന്ന 2000 നോട്ട് അത് കാറ്റിൽ പാറി പാറി പുറകിലെ സഫിലേക്ക് പോകുമ്പോ ആ രൂപ പോലെ പോക്കറ്റിലിട്ടുകൊണ്ട് പോകാൻ മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത മുസ്ലിമേ, നാളെ ആഖിറത്തിൽ ഹിസാബിടപ്പെടുമെന്നുള്ള ബോധം നിനക്ക് വേണേ, ബോധം നിനക്ക് വേണേ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു കേവലം ഒരു സ്വർണത്തിന്റെ പേനയല്ല, ഒരു വെള്ളിയുടെ പേനയല്ല, ഒരു സാധാ സീതാ പേന. ആ പേന തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ 70 ദിവസം യാത്ര ചെയ്തിട്ട് ആ നാട്ടിലേക്ക് പോയി കൊണ്ടുപോയി കൊടുത്തുവെങ്കിൽ ആഖിറത്തിലെ ഹിസാബ് പേടിച്ചിട്ടാണെന്ന് പറയുകയാണെങ്കിൽ അവരുടെ പിന്തലമുറക്കാരായ മുസ്ലിമേ, ഈമാനിന്റെ കനകക്കട്ടികൾ എന്ന് വിശേഷിപ്പിക്കുന്ന കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹക്കടപാട് വേണേ, ഹക്കടപാട് വേണേ. ഒരു നയാ പൈസ പോലും നിന്റെ ജീവിതത്തിൽ ഹറാമല്ലാത്തത് തുടരുത്. നിന്റെ മക്കൾക്ക് കൊടുക്കരുത്, നിന്റെ കച്ചവടത്തിലൂടെ സമ്പാദിക്കരുത്, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കരുത്. ഹറാമായ പൈസ കൊണ്ടുകൊണ്ട് നീ വീട് കെട്ടിപ്പണിക്കരുത്. ഹറാമായ പൈസ കൊണ്ട് അല്ലാഹുവിന്റെ പള്ളിക്ക് നൽകരുത്. ഹറാമായ പൈസ കൊണ്ട് വന്ന് മദ്രസയ്ക്ക് നീ കൊടുക്കരുത്. ഹറാമായ പൈസ കൊണ്ട് വന്ന് പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനിരപ്പാൻ നീ തുനിയരുത്. ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുമേ, പടച്ച റബ്ബിന്റെ ദർബാറിൽ ഖേദിക്കേണ്ടി വരുമേ. അതുകൊണ്ട് ഹക്കടപാടുകൾ ശ്രദ്ധിക്കണേ, ഹക്കടപാടുകൾ ഗൗരവത്തിൽ കാണണേ, കാണണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയ ചെറിയ കാര്യമല്ല. അല്ലാഹു പരിപൂർണമായി ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.
നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഹദീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ബൈനമാ അന്നബിയു യുഹദ്ദിസു അസ്ഹാബഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഫജാ അറാബിയുൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ലോകാവസാനം എപ്പോഴാണ് റസൂലേ? എപ്പോഴാണ് ലോകാവസാനം റസൂലേ? അല്ലാഹുവിന്റെ റസൂല് ഫമദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ആ സ്വഹാബത്തിനോട് വീണ്ടും ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ടിട്ടില്ല എന്നവരെ ഒരു വേള സ്വഹാബത്ത് പറയുകയാണ്. ഫഖാലു, സ്വഹാബത്ത് പറയുകയാണ്, അന്നഹു സമിഅ വകരിഹ മാ ഖാല. ഈ സ്വഹാബി വര്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചത്, ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂൽ കേട്ടിട്ടുണ്ട്, പക്ഷേ നബിക്കത് വെറുപ്പായി പോയി. ഒരു കൂട്ടം സ്വഹാബത്ത് പറയുകയാണ്, ബല്ലം യസ്മഅ, നബി തങ്ങൾ അത് കേട്ടിട്ടില്ല, കേട്ടിരുന്നെങ്കിൽ അതിന് മറുപടി നൽകിയേനെ. അങ്ങനെ ഇരിക്കുമ്പോ ഫഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസോ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കുള്ള ഉപദേശമെല്ലാം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഐന സായിലൂ, എവിടെ എന്നോട് ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചവൻ എവിടെയാണ്? ഉറാഹു അസായിലു, ആ ചോദ്യകർത്താവ് എവിടെയാണ്? ഉടനെ ആ സ്വഹാബി വര്യൻ വന്നിട്ട് പറയുകയാണ്, ഹാ അന യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാനിതാ ഇവിടെ തന്നെയുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവനോട് പറയുകയാണ്, ഇദാ ളുയ്യാതിൽ അമാനതു ഫന്തളിരിസ് സആ, ഹക്കടപാടുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ, ഹക്കടപാടുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ, പ്രതീക്ഷിക്കണേ. ജനങ്ങൾക്ക് അവരുടെ അയൽവാസികളോടുള്ള ഹക്കടപാടില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഹക്കടപാടില്ല, കൂട്ടുകുടുംബാദികളോടുള്ള ഹക്കടപാടില്ല, മാതാപിതാക്കളോടുള്ള ഹക്കടപാടില്ല. ഈ നിലയിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മുഴുവനും മോശമായ തലത്തിലേക്ക് പോകുന്നതായ കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ ആ സ്വഹാബി ചോദിക്കുകയാണ്, കൈഫ ഇദാതുഹാ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എങ്ങനെയാണ് ഹക്കടപാടുകൾ നഷ്ടപ്പെട്ടു പോകുക? ഹക്കടപാടുകൾ എങ്ങനെയാണ് പാഴായി പോകുക? അല്ലാഹുവിന്റെ റസൂലുടെ പറയുകയാണ്, ഇദാ മുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ, നിങ്ങൾ ഓരോ കാര്യങ്ങളും അതിന്റെ അഖിലുകാരിലേക്ക് തന്നെ ഏൽപ്പിക്കണേ. നിങ്ങൾ ഓരോ നിയമനം നടത്തുമ്പോഴും ഏത് കമ്മിറ്റി ആകട്ടെ, ഇസ്ലാമികമായിട്ട് പറ്റിയതാണോ, ദീനനുസരിച്ചിട്ടുള്ള അഖിലുകാരാണോ എന്ന് പരിപൂർണമായി ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അല്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന കർത്തവ്യം കൈമാറിയാൽ അതാണ് ഹക്കടപാടിനെ നഷ്ടപ്പെടുത്തുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്നും അതിന്റെ അഹ്ലുകാർക്ക് നിങ്ങൾ നിയമനം നൽകുക, എങ്കിലും ശരിയാകും. പിൻവാതിലൂടെ കൊടുക്കാതിരിക്കുക. എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം, പിൻവാതിലൂടെ നിയമം നടപ്പിലാക്കാതിരിക്കുക. നിയമ നടപടികൾ കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ കൊടുക്കുക. അതെല്ലാ അധികാരികളും ശ്രദ്ധിക്കേണ്ട വിഷയം. ഹദീസ്, ഖുർആൻ ലോകത്തെ എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരെയും നന്മ പരിശീലിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ വാലിൻ യലി റഅയതൻ മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ ഖാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. ഹദീസ് എത്രയാണ്? സമയമില്ല, ഓതി ഓതി തീരുന്നു. ഇഷ്ടം പോലെ ഹദീസ് ഈ വിഷയത്തിൽ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ പൊതുപ്രവർത്തനങ്ങളൊക്കെ നിലകൊള്ളുന്ന ആളുകൾ പള്ളി കമ്മിറ്റി മാത്രമല്ല പഞ്ചായത്തിന്റെ കമ്മിറ്റിയിലുണ്ടാകും, നാട്ടിലുള്ള ലീഗിന്റെ കമ്മിറ്റിയിലുണ്ടാവും, മറ്റേതുണ്ടാവും, മറിച്ച് ഓരോ കമ്മിറ്റിയിലൊക്കെ ആളുകളുണ്ടാവും. അതിലൊക്കെ പ്രാതിനിധ്യം വഹിക്കുന്നതാകുന്ന സഹോദരങ്ങളുണ്ടാകും, സഹോദരിമാരുണ്ടാകും. പഠിച്ചു വച്ചോ, മദ്രസ കമ്മിറ്റി ആകട്ടെ, പള്ളി കമ്മിറ്റി ആകട്ടെ, ദറസിന്റെ കമ്മിറ്റി ആകട്ടെ, ഉറൂസിന്റെ കമ്മിറ്റി ആകട്ടെ, ഏത് കമ്മിറ്റി ഭാരവാഹികളായിരുന്നാലും പൊതുപ്രവർത്തനങ്ങൾ കിടന്ന രാഷ്ട്രീയക്കാരായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ പറയാ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാമിൻ വാലി യലി റഇയതൻ മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ ഗാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സഹാബ കേൾക്കണേ, പഠിക്കണേ സഹാബ. മാമിൻ വാലി യലി റഇയതൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഏത് മേഖലകൾ പൊതുമേഖലകളിൽ നിലകൊള്ളുന്ന ആളുകൾ അവരാ മേഖലകൾ നിലകൊണ്ടുകൊണ്ട് കാലഘട്ടത്തോളം പ്രസിഡന്റ് ആകട്ടെ, ചെയർമാൻ ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ട്രഷറർ ആകട്ടെ, സമ്പത്തെല്ലാം റോള് ചെയ്തുകൊണ്ട് സ്വന്തം മക്കൾക്കും കുടുംബത്തിനും അന്നമൂട്ടിയിരുന്ന ആളുകളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആ പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടതാകുന്ന അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് സ്വന്തം കുടുംബക്കാർക്കും സ്വന്തം രാഷ്ട്രീയക്കാർക്കും നിങ്ങൾ നടത്തുന്നതാകുന്ന ഈ നിയമനങ്ങളുണ്ടല്ലോ, അത് വഞ്ചനയാണ്, വഞ്ചനയാണ്. നിങ്ങൾ തീർച്ചയായും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുകയാ, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കും. കാരണം പാവപ്പെട്ടവരുടെ സമ്പത്ത് എടുത്തുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, നിന്റെ ഭാര്യയ്ക്ക് മനോഹരമാകുന്ന ജോലി നീ സംവിധാനിച്ചത്, നിന്റെ കുടുംബങ്ങളെ റാഹത്തായ നിലയിൽ ഊട്ടിയത്, വളർത്തിയത്, നീ നല്ല കാറെടുത്തത്, നീ മനോഹരമായ വീട് സൗധങ്ങൾ പണിതത്, എല്ലാം അടിച്ചു മാറ്റിയ സമ്പത്ത് കൊണ്ടാണ് എങ്കിൽ യജമാനന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട് വീർപ്പിച്ച കീശയാണോ? തൊഴിലാളികളെ പഠിച്ചു വെക്കണേ, മുതലാളിയെ വഞ്ചിച്ചുകൊണ്ട് കിട്ടിയ സമ്പത്താണോ? അറബിയെ തീഖാനയിലാക്കിയിട്ട് ആ പൈസ കൊണ്ട് കിട്ടിയ ധനമാണോ? നീ പഠിക്കേണ്ട പാഠമാണ്, പാഠമാണ്. ഒരു പൈസ പോലും ഹറാമായിട്ടാണ് നീ സമ്പാദിച്ചത് എങ്കിൽ തീർച്ചയായും റസൂൽ എന്ന് പറയുകയാണ്, ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുമേ, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം കിട്ടൂല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പൈസ ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ട് നീ പള്ളി കമ്മിറ്റിയെ സഹായിച്ചു, ഇല്ലെങ്കിൽ ഹറാമായ പൈസ കൊണ്ട് നീ മദ്രസയെ സഹായിച്ചു, കുറച്ച് പൈസ എടുത്തോ, അവിടെ വാദ പരിപാടി നടത്തിക്കോ, നീ കുറച്ച് പൈസ എടുത്തിട്ട് നീ ഹറാമായ പൈസ, കുറച്ച് പലിശ പൈസ ഇല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചു മാറ്റിയ പൈസ സൂക്ഷിച്ചോ. വഹുവ ഗാശുൽ ലഹും, വഞ്ചിച്ചതാണ് എങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമൊന്നുമല്ല, സ്വർഗ്ഗം കിട്ടിയില്ലേ പോയില്ലേ. അതിനുവേണ്ടിയല്ലേ ഈ പരിശ്രമിക്കുന്നത്, ഈ കഷ്ടപ്പെടുന്നതും, ഈ പാതിരാത്രി വാഴുന്നതും, ഈ നമസ്കാരങ്ങളും, ഈ നോമ്പും, ഈ സക്കാത്തും, ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പനും നിരാലംബർ കവലംബമാകലും ഒക്കെ എന്തിനാണ്? സ്വർഗ്ഗം കിട്ടാൻ വേണ്ടിയാണ്. ആ പരിശ്രമം ഇല്ലാതാവും. ഒരു പൈസ നീ അങ്ങനെ കട്ടെടുത്ത മുതലാളിയെങ്കിൽ എല്ലാം പോകും. ഒക്കെ ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങളുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് ജോലിയൊന്നുമില്ല, ഇവിടെ ഏതെങ്കിലും മുതലാളിയുടെ കടയിൽ കയറി നിന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവനെ പെട്ടിക്കകത്തുനിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് അതിന്റെ പോക്കെങ്കിൽ വളരെ ഗൗരവത്തിൽ പഠിച്ചു വെച്ചോ. ഒരു പൈസ മതി, ഒരു പൈസ മതി, എല്ലാം പോകും. നല്ല ഒരു ചെമ്പ് പായസം ഉണ്ടാക്കി വെച്ചിട്ട് അതിലൊരു തുള്ളി മൂത്രം ഒഴിച്ചാൽ മതി, മൊത്തം ഒഴിച്ചു കളയാനാ വിശുദ്ധ ഇസ്ലാം പഠിച്ചു. പായസം ഒരു ചെമ്പുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിരുന്ന ഒരു കൊച്ചു മൂത്രം വന്ന് റാഹത്തായിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ചു. എന്താ കുഴപ്പമില്ല, അത് മാത്രമേ പറ്റുമോ? മൊത്തം ഒഴിച്ചു കളയേണ്ടി വരും. എന്നതുപോലെ നിന്റെ സമ്പത്തിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന നിന്റെ സമ്പത്തിലേക്ക് ഒരു രൂപയുള്ളൂ വന്നിട്ടുള്ളത്.
എല്ലാം പോകും. മറ്റൊരുത്തന്റെ ആക്രമിച്ചിട്ടാ കിട്ടിയതെങ്കിൽ ഇല്ലെങ്കിൽ റോൾ ചെയ്തതാ, കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഇഷ്ടം പോലെ ഇവിടെ കാശുണ്ടല്ലോ, കുറച്ചും കൂടെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ വെക്കാതെ കമ്മിറ്റി പറയാൻ നേരത്തെ നമുക്ക് വെച്ചാൽ പോരെ. ഒരു 10 ലക്ഷം രൂപ ആവശ്യം വന്നു, ബിസിനസിന് ആവശ്യം വന്നു, ഒരു ടൈറ്റ് വന്നപ്പോ അതിന് കൂടെ മറിച്ച് മുസ്ലിയാരെ. കാരണം ഇതൊക്കെ ഞാനാ ട്രഷറർ, എല്ലാം എന്റെ കൈ കൂടെ ഓടുന്നത്. അതുകൊണ്ട് കുറച്ചാൾ വന്നപ്പോ ഞങ്ങോട്ട് മറിച്ചു, ആരും അറിയുന്നില്ല, അല്ലാഹു അറിയുന്നുണ്ട്, അടച്ചറപ്പ് നോക്കുന്നുണ്ട്. ആ ഒരു ബോധം നിന്റെ മനസ്സിലുണ്ടാവണം. വഞ്ചനയാണ് നീ കാണിക്കുന്നത്. ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കി. ചെറിയ വിഷയമല്ല, ഭയങ്കര ഗൗരവത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. എത്ര ദിവസം പറഞ്ഞാലും തീരുവല്ലേ ഇത്. കടമകൾ, നമ്മുടെ കടപ്പാടുകളും ഹക്കടപാടുകൾ ശ്രദ്ധിക്കണം. ഹക്കടപാട് ശ്രദ്ധിക്കണം. കടപാട് ശ്രദ്ധിക്കണം. എല്ലാവരോടും ഉണ്ട്, അയൽവാസികളോടുണ്ട്, കച്ചവടത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. തീർച്ചയായും അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. തീർച്ചയായും അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, മൻ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് റസൂലേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീ ലാ യഅമനു ജാറുഹു ബവായിഖഹു. സ്വന്തം അയൽവാസിക്ക് നിർഭയത്വം കൊടുക്കാതെ, സ്വന്തം അയൽവാസികളോടുള്ള കടമകളും കടപ്പാടുകളും ശ്രദ്ധിക്കാതെ, അവരെ ഇരുട്ടിൽ തളച്ചിടുന്നവരെ, അവർക്കുള്ളതാകുന്ന ആഹാരപാനീയങ്ങൾ എത്തിക്കാതെ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാതെ, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരെ, അവരെ പ്രയാസപ്പെടുത്തുന്നവരെ നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിന്റെ യഥാർത്ഥ ഈമാൻ പുൽകുന്നവനായി കാണുന്നില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്നെ മൂമിനായിട്ട് കണക്കാക്കുന്നില്ല. ആര്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസികൾക്ക് വേണ്ട വെള്ളവും വെളിച്ചവും തടയുന്നവനാണോ നിങ്ങൾ? അവന്റെ വഴി അവന് നൽകാതെ പിടിച്ചു വെക്കുന്നവനാണോ? ഒരടി പോലും വിട്ടുകൊടുക്കൂല. ഒരു സ്വല്പം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ കാറ് കയറി റാഹത്തായിട്ട് അങ്ങോട്ട് പോയാൽ അല്ലാഹത്തെ മതിലിങ്ങനെ കൊണ്ടിങ്ങനെ ചെരിച്ച് വിറ്റ് ചെയ്ത് വെച്ചിരിക്കും. എത്ര ആളുകളുണ്ടാകും നമ്മുടെ നാട്ടിൽ തന്നെ. ഫനായിക്കും ബസാദിനെ നിൽക്കാണ് വഴക്കുണ്ടാക്കാൻ വേണ്ടി. ഏക്കർ കണക്കിന് സ്ഥലമില്ലാത്താണ് കുഴപ്പമില്ല, ഏക്കർ കണക്കിന് ആചാര്യർക്ക് സ്ഥലം ഇഷ്ടം പോലെ കിടക്കാണ്. ഇതെല്ലാം കൂടെ കമറിക്ക് ഒന്നും കൊണ്ടുപോകില്ല. എന്നാലും ഈ സ്ഥലം ഇങ്ങനെ ചെരിച്ചു വെച്ചിരിക്കും. അവിടെ ആ മൂല അത് സ്വല്പം ഒന്ന് വളച്ചൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ പാവം പിടിച്ചവൻ അവന്റെ ആൾട്ടോ 800 ഒന്ന് വളച്ചോണ്ട് പോകാൻ പറ്റും. മാരുതി 800 പാവം പിടിച്ചോണ്ടുള്ളത് അത് വളയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ അപ്പുറത്തെ വീട്ടിലെ പള്ളിയുടെ അവിടെ കൊണ്ടിട്ടിട്ട് കാക്കയൊക്കെ അതുമേൽ പെടുത്ത് റാഹത്തായിട്ട് വെച്ചിരിക്കുക. കാഷ്ടിച്ച് അത് ഹറാബാക്കി ഇവന് ഇടങ്ങേറായി. അതിന്റെ പെയിലടിക്കാൻ തന്നെ പിന്നെ ഇവനെ കാശില്ല. പാവം പിടിച്ച ഒരു വ്യക്തി വാങ്ങിച്ച് അവർക്ക് വലിയ ആഗ്രഹങ്ങളും. ഈ വഴിയൊന്ന് കുറച്ചൊന്ന് കൊടുത്തൂടെ? ഇതൊക്കെ എവിടെ കൊണ്ടുപോകും? അവന്റെ വഴി സഞ്ചാര യോഗ്യമാകുന്ന വഴി തടസ്സം ചെയ്യുന്നവൻ. അവൻ പൈസ പറയുന്നുണ്ട്, ഇത്ര രൂപ തരാം. അതും പറ്റൂല, പൊന്നുകട്ട കിട്ടണം. ലോകത്തില്ലാത്ത ഏറ്റവും വലിയ വില പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാലഘട്ടം. എല്ലാം പറഞ്ഞ് നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഒരു കോമ നിൽക്കുമ്പോൾ ഇവരിപ്പോഴും മസിൽ പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. മനുഷ്യൻ ഇപ്പോഴും അവൻ അഹങ്കാരിയാണ്. അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിക്കുന്നവൻ മനുഷ്യനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇപ്പോഴും ഈ മഹാമാരി പടർന്ന് പന്തരിച്ച് നിലകൊള്ളുമ്പോഴും അങ്ങേയറ്റം നിലകൊള്ളാൻ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റത്തിലാണ്. ഞാൻ എന്നുള്ള ഭാവമാണ് ഇപ്പോഴും. വലിയ ആളാണ്, വല്ല ഉണ്ടോ എന്നാലും ഒന്നുമില്ല. ഒരു ചെറിയ പനി വന്നപ്പോ പേടിച്ച് വീട്ടിൽ കയറി ഇരിക്കുന്നവനെ മാസ്കും വെച്ച് റാഹത്തായിട്ട് അവിടെ ഇരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴേ ഇറങ്ങി വരുന്നത്. ചെറിയൊരു പനി, നിസ്സാരമായ പനി. ചിന്തിച്ചോ, ആ പനിയിലൂടെ അല്ലാഹു പലരെയും മരിപ്പിക്കുന്നു. നല്ല ആരോഗ്യമുള്ളവരെ തന്നെ, അല്ലാതെ പ്രായം ചെന്നവരെ മാത്രമൊന്നുമില്ല. ചെറുപ്പക്കാർ മരിച്ചു വീഴുന്നുണ്ട്. നിങ്ങൾ എണ്ണം എടുത്തു നോക്ക്, പരിശോധിച്ചു നോക്കി. കൊച്ചു കുട്ടികൾ മരിച്ചു വീഴുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്ത് തരട്ടെ. മഹാമാരിയെ തൊട്ട് പരിപൂർണമായ സംരക്ഷണം അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് വെട്ടിപ്പിടിച്ചും കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചും ജീവിക്കണ്ട. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ മറ ബിസുബ്റത്തിൻ മിൻ തുആം.
ഈന്തപ്പനം കാരയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നതാകുന്ന ഒരു സ്ഥലത്തിലൂടെ കമ്പോളത്തിലൂടെ റസൂലുള്ളാഹി നടന്നു പോകവേ ഫദഖല അസാബിഅഹു ഫിഹാ അല്ലാഹുവിന്റെ റസൂൽ തന്റെ തൃക്കരം അതിനിടയിലേക്കൊന്ന് പ്രവേശിപ്പിക്കുകയാണ്. കാരയ്ക്ക് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഇടയിലോട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തിരികെ അകത്തോട്ട് അടിയിലോട്ടൊന്ന് കൈയിട്ടു. ഫൈദാ ഫീഹി ബലലുൻ നബിയുടെ കയ്യിൽ നനവ്. നബിതങ്ങളെ ചോദിച്ചു മഹാദാ എന്തെടുത്ത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അസാബത്തുഹു മത്തറുൻ യാ റസൂലല്ലാഹ്. മഴ പെയ്തതാണ് ഇന്നലെ. മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നനവ് അങ്ങനെ എത്തിയത്. ശരിയാണല്ലോ. പകല് വെയിൽ വരുമ്പോഴത്തേക്ക് ചെറിയൊരു വെയിൽ വരുമ്പോൾ ആ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഊർന്ന് ഇങ്ങനെ അടിയിൽ വരും. നബി ഇങ്ങനെ അടിയിലോട്ട് കൈയിട്ടിട്ടാ തിരികെ നോക്കുമ്പോൾ എന്താന്ന് ചോദിച്ചാൽ നനഞ്ഞിരിക്കുക. അപ്പൊ നബിതങ്ങൾ ദേഷ്യത്തിൽ പറഞ്ഞു ഫഹല്ല ജഅൽതുഹു ഫൗക ജനങ്ങളെ കാണിക്കത്തക്ക നിലയ്ക്ക് ഈ താഴെ നനവുള്ള സാധനം നീ മോളി വെക്കണ്ടേ? കാരണം ഈ നനവുള്ള സാധനം എടുത്ത് ത്രാസി വെച്ച് തൂക്കുമ്പോ റാഹത്തായിട്ട് കിലോകൾ കൂടും. ഇറച്ചി കച്ചവടക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ചില ആടിനെ ഇറക്കുന്നവരെന്ത് ചെയ്യും? അതിനെ തൊലിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ആ തോലിങ്ങോട്ട് തൊലിക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ എടുത്തിട്ട് അണ്ട് പിടുത്ത ചവിട്ടിങ്ങോട്ട് വെള്ളം പിടിക്കുന്നറിയാം. എന്താ കാര്യം? തൂക്കുന്ന സമയത്ത് 200 ഗ്രാം യാല്ലാഹ് ബിസ്മില്ലാ കൂടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതൊന്നും അറിയാൻ വരായിരിക്കും. ഞാൻ പഠിച്ചു വെച്ചു. നാളെ മുതൽ ഈ പരിപാടിക്ക് അറിയിക്കും. നമ്മളിതെല്ലാം പഠിച്ചു വെച്ചു. ഈ ഉടായ്പൊക്കെ അറിയാം. ഇറച്ചി കച്ചവടക്കാരികൾ കണ്ടിട്ടില്ലേ? ആടിനെ കറക്കുന്ന സമയത്ത് ഇവര് തോലും കൊണ്ട് പറിക്കാൻ പ്രയാസമാണ്. എന്താ പറയാ? തോലില്ലാതെ പറിക്കാൻ കോട്ടയത്തോട്ടുണ്ട് നമ്മുടെ പിള്ളേർ പറിച്ച് എന്ത് ചെയ്യും? ഇത് വെള്ളം കയറ്റിയിട്ട് കൊണ്ട് വെച്ചിട്ട് 5 ബക്കറ്റ് വെള്ളം കോരി വെച്ചിട്ടാ. എന്നിട്ട് പിന്നെ ഇതിനടുത്ത് ത്രാസിലോട്ട് വെക്കുമ്പോ 100 ഗ്രാം ഏറ്റവും കുറഞ്ഞത് കയറിയിട്ടുണ്ട്. തൂക്കത്തിൽ കയറി പഞ്ചരയിലെ കാണിക്കുന്നത് കൃത്രിമത്വമല്ലേ? ഇതിനകത്ത് ഇച്ചിരി വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. 150 ഗ്രാം കുറഞ്ഞ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാ? ഞാൻ തരുമോ? വെള്ള ചവൂതലോടെ വെട്ടിക്കണ്ടിച്ച് അതിനകത്ത് ഇട്ടേക്കുന്നതല്ലേ. അല്ലെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയും. ഇറച്ചി കച്ചവടത്തിന്റെ ഒക്കെ പറയാനാണ് ഒരുപാട്. ഇപ്പൊ ഹലാല് നോ ഹലാല് ബോധം വെച്ചിട്ട് നിൽക്കുന്ന കൗമൊക്കെ ഉണ്ട് ഇവിടെ. അവർക്കിടയിൽ ഒരുപാട് വിഷയങ്ങൾ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് വിഷയങ്ങൾ അതുമായി പറയാൻ. നമ്മുടെ കൗമാനെ ശ്രദ്ധിക്കാത്ത ഒരുപാട് അറിവിന്റെ കുറെ മസലകൾ പറയാൻ. കോഴി ഇറക്കുന്ന സമയത്ത് ഈ ചോപ്ര പോലെ ഒരു ഐറ്റം ഉണ്ട്. ചോപ്ര എന്ന് പറയുന്നത് നമ്മൾ ഈ വെളിച്ചെണ്ണ പാത്രത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കവറിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടി ഒരു സാധനം ഉപയോഗിക്കും. ചോപ്ര അതിനിടയിൽ ഒരു മീഡിയ ആയിട്ട് ഉപയോഗിക്കില്ലേ? വെള്ളം ഒഴിക്കാനായിട്ട് എണ്ണ ഉപയോഗിക്കും. മാളയോ എന്ത് നാള ആ നാള പോലുള്ള സംഭവങ്ങൾ ഇപ്പൊ ഈ കോഴിക്കടയിൽ വരുന്നത്. ഇവിടെ ഇപ്പൊ എങ്ങനെയാ? കോഴി ഇറത്തിട്ട് വീപ്പക്കുറ്റിയാണ്. എന്താ ഉള്ളത്? അല്ലേ വീപ്പ? ഡ്രമ്മിലിടാണ്. പറഞ്ഞുതരാം. ഡ്രമ്മിലൊക്കെ ഇടുന്നതിന്റെ പരിപാടി പറഞ്ഞുതരാം. ഡ്രമ്മിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടു. കല്യാണത്തിനൊക്കെ എത്ര എണ്ണം ഇറക്കും? 3 എണ്ണം ഇറക്കും. എത്ര എണ്ണം ഇറക്കും? 300 എണ്ണം ഇറക്കും അല്ലേ? 100 എണ്ണമെങ്കിലും ഉണ്ടാവൂലേ? ഈ ഡ്രമ്മിലോട്ട് തന്നെയാണ് ഇറക്കിടുന്നത്. അറുത്തിട്ടുണ്ടാകും, അങ്ങോട്ട് ഇടും. ഒരു 5 എണ്ണം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം അറുത്തവൻ ശ്വാസം വിടാൻ അങ്ങോട്ട് ബോധമുള്ളൂ. അതിനു മുമ്പ് മോളി വീണവന്റെ ഇത് കാരണം ശ്വാസം മുട്ടിച്ചാകുകയാണ്. അറിവ് നടന്നിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു ചെറിയ മുറിവുണ്ടായി. ആ മുറിവ് അങ്ങോട്ട് വീണ രക്തം നമ്മൾ നിൽക്കുമ്പോൾ അതിന് മുകളിലോട്ട് ഒരു 50 പേരെ കൊണ്ട് നമ്മുടെ മുകളിലോട്ട് അങ്ങ് ഇടുകയാണ്. അപ്പൊ ശ്വാസം മുട്ടി ഒരു ചാകൽ അവിടെ ഉണ്ടാകുകയാണ്. ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയും. കാണിച്ചു കൊടുക്കണേ. ഇവരെ തന്നെ സമ്മതിക്കുന്നുണ്ട് ക്യാമറയ്ക്കകത്ത്. ഇല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോയത് ശരിയല്ലേ? അപ്പൊ വീപ്പ നിറച്ചിട്ട് അറുത്തറുത്തൊരു 10-15 എണ്ണം അടുപ്പിച്ചങ്ങോട്ട് ഇടുമ്പോ എന്താ ഉണ്ടാകുക? ഏറ്റവും അടിയിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ അറബിന്റെ കൊണ്ട് മാത്രമാണോ? അല്ല, എന്തുകൂടി ഉണ്ട്? മുകളിൽ വന്നിങ്ങനെ അടിഞ്ഞിട്ട് പ്രസ്സായിട്ട് അമർന്നിട്ട് ശ്വാസം മുട്ടിച്ചാകൽ കൂടി ഉണ്ട്. ഖുർആൻ പറഞ്ഞു ഹുർരിമത അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വൽ മുൻഖനിഖതു. ശ്വാസം മുട്ടിച്ചത്തതും നിങ്ങൾക്ക് ഹറാമാണ്. അതല്ലേ ചില ഉസ്താദുമാർ വലിയ വലിയ ആലിമീങ്ങൾ സൂഫിയാക്കൾ അവർ കോഴി കഴിക്കുക. പറയണം പ്രത്യേകം, ഇന്ന ആൾ അറുത്തതാണ്, സുമിലി അറുത്തതാണ്, ഇന്ന രീതിയിൽ അറുത്താന്നൊക്കെ പറയും. നമ്മളെ ലോകം പറയും നമ്മൾ അറുത്താന്നൊക്കെ പറയാം. ഈ രീതിയിലാണെന്ന് വീപ്പൊക്കെ. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ ഇങ്ങനെ അറുത്തിട്ട് പറമ്പിലോട്ട് തൊടിയിലോട്ടൊക്കെ വിടും. അപ്പൊ ഇതിങ്ങനെ ചാടി 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 അപ്പുറത്തെ പള്ളിയുടെ പുറകോടി ഒറ്റ പോകും, പിന്നെ തിരിച്ചു വരും. അങ്ങനെ പോയ കോഴികളുണ്ട്.
എന്നാലും ചിലപ്പോൾ അതിനെ പിടിക്കും അല്ലേ? അപ്പൊ റാഹത്തായിട്ടുള്ള മരണമാണ് അതിന് കിട്ടുന്നത്. ഈ വീപ്പ സമ്പ്രദായ രക്തം കൊണ്ട് വീഴാതിരിക്കാനുള്ളതാണ് പരിപാടി. അപ്പൊ നിങ്ങൾ കൂടുതൽ അറക്കുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് അറുത്തോളൂ. അതേ വലിയ വിഷയമാണ്. കാരണം നമുക്ക് അറവ് ഇസ്ലാമികമായ രീതിയിലാകണ്ടേ? ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് സൂക്ഷ്മതയുള്ള ഭാഗമായി പറയും. ചിന്തിക്കാനാണ് ഒരുപാട് ഭാഗമുണ്ട്. ആ അറക്കുന്നതിന്റെ കൂട്ടത്തിന്റെ രക്തം പാർന്നിട്ടാ മരിച്ചത്, ഞങ്ങൾക്ക് അങ്ങനെ മസല പറയാം എന്ന് പറയും. നിങ്ങൾ പിടിച്ചോ. സൂക്ഷ്മതയുടെ ഭാഗമാണ് ഈ പറയുന്നത്. ഈ സൂക്ഷ്മതയുടെ ഭാഗം നോക്കും മഹത്തുക്കളാകുന്ന ആളുകൾ. അത് പറയാൻ ഒരുപാടുണ്ട്. അദ്ദേഹം പറഞ്ഞു അറവിന്റെ വിഷയം പറയുമ്പോൾ ഒരു ദിവസം പിന്നീട് വെക്കും. അറവെന്നൊരു വിഷയം വെച്ചു അപ്പൊ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സത്യത്തിൽ ഈ ഹലാലിന് വാദം വന്നതാണെങ്കിൽ കുറെ കാര്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കട്ടതും മോഷ്ടിച്ചതും ഒന്നും അല്ല ഇവിടെ നൽകുന്നത്. ഇസ്ലാമികപരമായിട്ടുള്ള രീതിയാൽ ജനങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതല്ല, പരിപൂർണമായ നല്ല സാധനമാണ്, ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ നൽകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കാതെ ചില ആളുകൾ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കാണ്. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാക്കട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അവരിലേക്ക് ആരെങ്കിലും പോകുമോ? ഒരിക്കലും പോകില്ല. എല്ലാവർക്കും അറിയാം വിഷയം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മളെക്കാൾ നല്ലതുപോലെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ ആ വിഷയം നല്ലതുപോലെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് നമ്മുടെ കുറെ സൂക്ഷ്മതയെ കുറിച്ച് ഭാഗങ്ങൾ പറഞ്ഞത്. ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ലത് ഭുജിക്കുക, എങ്കിലേ ദുആഇന് ഇജാബത്ത് ഉണ്ടാവൂ. നല്ലത് കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല നമസ്കാരം ചിട്ടവെക്കുക, അമാനത്ത് ഈ നിർവഹണം പരിപൂർണമായി ശ്രദ്ധിക്കുക. ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ട ജോലി ദൗത്യം അത് പരിപൂർണമായി നിർവഹിക്കുക. പറയാനാണ് ഹദീസ് ഒരുപാട്, ഞാൻ ചുരുക്കാണ്. അപ്പൊ ഈ അമാനത്തുകൾ പരിപൂർണമായി ശ്രദ്ധിച്ച് മുന്നേറണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലിഅഹദിൻ മിൻ അർളിഹി ഔ ശൈഇൻ മിൻഹു ഫല്ലതഹല്ലൽ മിൻഹു. ആരോടെങ്കിലും ഏതെങ്കിലും വിധേന അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, ആരോടെങ്കിലും ഹക്കടപാടുകൾ നീ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണേ. എന്തെങ്കിലും ഹക്കടപാട് ഈ സദസ്സിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ഒരു പള്ളിയിലെ ഇമാം, ഞാനൊരു മഹല്ലിലെ ഇമാമാണ്. അപ്പൊ ആ ഇമാമത്തിൽ എന്റെ മഹല്ലിനോട് ഞാൻ ഇമാമത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയവനാണോ? ഞാൻ ചിന്തിക്കണം. മഹല്ലിലെ ഇമാം ആ രീതിയിൽ ചിന്തിക്കണം. ഇമാമത്തിന്റെ വിഷയത്തിൽ ഞാൻ ക്രമക്കേട് വരുത്തിയവനാണോ? മുദരിസ് ദർസ് നടത്തുന്ന വിഷയത്തിൽ ഞാൻ ക്രമക്കേട് കാണിച്ചവനാണോ? ദർസ് നടത്താതെ ഇങ്ങനെ ഓടി നടന്നിട്ട് അവിടെ ഇവിടെ നടക്കുക, പിരിവായിട്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ നടന്നവനാണോ? മദ്രസയിലെ മുഅല്ലിമാണ്, കൃത്യമായിട്ട് കുട്ടികൾക്ക് ദർസ് പഠിപ്പിച്ചു കൊടുക്കാതെ ഞാൻ, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം തുകരാതെ നിലകൊള്ളുന്ന മുഅല്ലിമാണോ? കൃത്യത്തിൽ നിർവഹണത്തിൽ പ്രശ്നം വരുത്തിയതാണ്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ഈമാനൊന്നും പുറത്തു പോകും, പരിപൂർണ്ണ ഈമാൻ ഉണ്ടാവൂല. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാതെ പള്ളിയുടെ പരിപാലനം മാത്രമല്ല, ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിലുണ്ട്. അതാണ് ഈ പറഞ്ഞത്. എല്ലാ ഭാഗങ്ങളിലും ശ്രദ്ധിക്കണം. പള്ളിയുടെ പരിപാലനം ഞാൻ നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടോ ശ്രദ്ധിക്കണം. നമ്മൾ പള്ളിയോടും ബന്ധപ്പെടണം. മഹല്ല് കമ്മിറ്റി ഒരാളെ ചുമതലപ്പെടുത്തണം. പോയി നോക്കണം, പൈപ്പിന്റെ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ബക്കറ്റ് പിരിവ് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കുറ്റിപ്പിരിവുകളുണ്ട്, ഇന്ന സ്ഥലത്ത് കുറ്റി വെച്ചിട്ടുണ്ട്, അത് പോയി കറക്റ്റ് ആയിട്ട് പോയി എടുക്കണം. അതൊക്കെ കറക്റ്റ് നോക്കണം. മാസവരി കൃത്യമായി പിരിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കണം. പള്ളിയുടെ മാസവരി കാര്യങ്ങൾ അത് കൃത്യമായി നോക്കണം. നമുക്ക് മനോഹരമായ ഒരു പള്ളി കിട്ടി, 50,000 രൂപയോളം നമുക്ക് ചെലവ് ഒരു മാസത്തിൽ കൃത്യമായി നടന്നു പോകാൻ. അതിന് ആളുകൾ പോയി തേടി പിടിച്ച് കണ്ടെത്തണം. ജനങ്ങൾ അതിനോട് പരിപൂർണമായി താല്പര്യം കാണിക്കണം. ഒരിക്കലും പുറത്തിരിക്കാൻ പാടില്ല. പള്ളിയുടെ പരിപാലനത്തിന് ബക്കറ്റ് വരി പോകുന്നു. മാഷാ അല്ലാഹ്, സ്ത്രീകൾ നല്ലതുപോലെ സഹകരിക്കണം, പുരുഷന്മാര് സഹകരിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി അവര് തരും, റെഡിയാണ്. കൈവക്കൂലെന്നോളൂ, അല്ലാതെ ബക്കറ്റിലിടും. കൈവക്ക ഒരു പേടിയുണ്ടോ? അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ സഹകരിക്കണം. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. 50,000 രൂപ എന്ന് പറയുന്ന വലിയ സംഭവമില്ലല്ലോ. 50 പേര് 500 രൂപ വെച്ച് കൂടിയാൽ തന്നെ 25,000 രൂപ വേണം അല്ലെ? എത്ര 100 പേര് 500 രൂപ വെച്ച് മാസവരി കൊടുക്കാൻ തയ്യാറായാൽ തന്നെ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങൾ, നമ്മളിപ്പോ ഉദ്ഘാടിച്ച വൈക്ക പള്ളിയുടെ കാര്യങ്ങൾ റാഹത്തായിട്ട് നടക്കും. അതിലിപ്പോ ഏകദേശം 25,000 രൂപയോളം ഏറ്റവരുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇനി 25,000 വെച്ച് മാസത്തിലേക്കാം. വളരെ കുറച്ച് ആളുകൾ മതി.
ഇനി നമുക്ക് സുഖമായിട്ട് ഇപ്പൊ 50 പേരെന്നുള്ള ആ 500 രൂപ വെച്ച് കൊടുക്കാൻ കഴിയാത്ത ചില ആളുകൾ കൂടുതൽ കൊടുക്കാം. മാസത്തിൽ 1000 പേര് ഒരു വീട്ടിൽ തന്നെ 2, 3, 5 ആളുകൾ വരെ നല്ല സമ്പത്ത് ശേഷിയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. ഗവൺമെന്റ് ജോലിയുള്ളവരുണ്ട്, ഗൾഫിൽ തന്നെ നല്ല നിലയിലുള്ള ആളുകളുണ്ട്. അവർക്ക് തന്നെ 1000 രൂപ പ്രശ്നമില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാസത്തിൽ നമ്മൾ 10,000, 20,000 ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മുടെ വീടിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരില്ലേ നമുക്കിടയിൽ. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ മാസം ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് തയ്യാറല്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ കുറവ് എത്രത്തോളമാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മാസം നെറ്റിന്റെ കണക്ഷൻ എടുക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിന്റെ കണക്ഷൻ, നെറ്റിന്റെ കണക്ഷൻ 499 രൂപ, 599 രൂപ. 50 Mbps സ്പീഡിൽ വെച്ചിട്ടുണ്ടാവും വാങ്ങുന്നുണ്ട്. നെറ്റിന്റെ സ്പീഡിൽ റാഹത്തായിട്ട് വെക്കുന്നുണ്ട്. അതിന് അല്ലേ? ഡിഷ് ടി വി വെച്ചിട്ടുണ്ട്. വർഷത്തിൽ അതിനുവേണ്ടി ആയിരക്കണക്കിന് രൂപ മുടക്കാൻ അവൻ തയ്യാറാണ്. കേബിൾ ടി വി ചാനൽ വലിച്ചിട്ടുണ്ട്. മാസത്തിൽ അതിന് മുടക്കാൻ അവൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വരുന്ന മാസവരി വരുമ്പോഴത്തേക്കും മുഖം ചുളിക്കുന്നവൻ, അങ്ങനെ നിങ്ങളുടെ മുഖം ചുളിക്കാറുണ്ടോ എങ്കിൽ അത് ഈമാനിന്റെ കുറവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭയങ്കര വിഷയം, ഗൗരവത്തിൽ നമ്മൾ അതായത് നമ്മുടെ ഈമാൻ നല്ലതുപോലെ കുറയുന്നു എന്നുള്ളതിന് തെളിവാണ്. അവിടെ നമുക്ക് സന്തോഷം വരണം. നമ്മൾ ഒരു കൊല്ലത്തേക്കുള്ള മാസവരി ഒറ്റയടിക്കാൻ അൽഹംദുലില്ലാഹ്, എനിക്ക് അള്ളാഹു തൗഫീഖ് തന്നതുകൊണ്ട് ഞാൻ ആ രീതിക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ മഹല്ലിൽ ചെറിയ സ്കാരപ്പള്ളി അവിടെ മാസം ഒരു വർഷത്തില് നമ്മുടെ പരിമിതമായ ഇതിൽ നിന്നും കിട്ടുന്ന ചുറ്റമായ ഇതിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തേക്കും. ഒരു വർഷത്തേക്കുള്ള കൊറോണയുടെ ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ വരെ വന്നു. പള്ളിയിലെ ഉസ്താദുമാരുടെ ശമ്പളവും പ്രശ്നങ്ങളും ഒക്കെയാണ്. നമ്മൾ ഈ ഫീൽഡിലല്ലേ ഉസ്താദുമാരുടെ അവസാന വിഷയങ്ങൾ നമുക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ പറയും ഒരു കൊല്ലത്തേക്കുള്ളത് റമദാൻ ഉൾപ്പെടെ ഉള്ളത് എഴുതി ബിസ്മില്ലാ ഒന്നായിട്ടും അവർക്ക് ആ ഒരു മാസത്തെ ശമ്പളങ്ങൾ അവർ ഉസ്താദുമാരെ കറക്റ്റ് ചെയ്ത് പോയി. അങ്ങനെ എന്താ നിങ്ങൾക്ക് മാസം കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. എന്റെ വക ഒരു 10,000 രൂപ പിടിച്ചു സാഹിബ്, 2-3 മാസത്തേക്ക്, ഒരു 10 മാസത്തേക്ക് ഉള്ളത് റാഹത്തെ കൊടുത്തൂടെ? അങ്ങനെ ഉത്തരവ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ കൊടുത്തൂടെ? ഇത് നമ്മളിങ്ങനെ വെച്ചായിരിക്കും ബുദ്ധിമുട്ടും കുടിച്ചുകൊണ്ടെന്നും പറഞ്ഞ് എപ്പോഴും ഇരിക്കുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും എപ്പോഴും അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാനത ലഹു മദ്ലമത്തുൻ ലി അഹദിൻ മിൻ അർളിഹി